രാഷ്ട്രീയം നടപടി നേരിടുന്ന പി.കെ. ശശിയെ നമ്പിനാരായണനോട് ഉപമിച്ച് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. താൻ കണ്ട വളരെ നല്ല മനുഷ്യരിൽ ഒരാളാണ് പി.കെ. ശശി. താനും നിരവധി ആരോപണങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാരണം അടുത്തു നിന്ന് മനസ്സ് പങ്കുവച്ച് അടുത്തു നിന്ന് സഹകരിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെ പോലെ ഒരു സത്യസന്ധനെയും സ്നേഹനിധിയായ ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. രാഷ്ട്രീയം നോക്കാതെ ആരെയും സഹായിക്കും. MLA ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ സ്നേഹത്തിന് മുൻതൂക്കം നൽകി പാവങ്ങളെ സഹായിക്കുന്നതിൽ മുന്നിലാണ് എന്നെനിക്കറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തത്. ഈ ഒരു സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പി.കെ. ശശിയുടെ പ്രവർത്തനങ്ങൾ, അതിനെ കൈവാരി തേക്കാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ സത്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സത്യമേ ജയിക്കൂ. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലെ പരിപാടിക്കിടെയായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിന്റെ പരാമർശം. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇവിടെ യൂണിവേഴ്സൽ കോളേജിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പരാമർശം ഗണേഷ് കുമാർ നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം പി.കെ. ശശിക്കെതിരെ നടപടി വരുന്നത് പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ്. ഗണേഷ് കുമാറിന്റെ വിമർശനം ആർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ? അനുജ, ഗണേഷ് കുമാറിന്റെ വിമർശനം പൊതുവിൽ മാധ്യമങ്ങൾക്കെതിരെയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഇല്ലാത്ത വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നു. അതുകൊണ്ടാണ് നമ്പിനാരായണന്റെ ഒരു റഫറൻസ് അദ്ദേഹം ഈ പ്രസംഗത്തിനിടെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. നമ്പിനാരായണനെ പോലെയാണ് പി.കെ. ശശിയും. അദ്ദേഹം ഇല്ലാത്ത ആരോപണങ്ങളുടെ പേരിൽ കുറ്റാരോപിതനായി നിൽക്കുന്നു എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഒരാളെ മോശക്കാരനാക്കാൻ എളുപ്പമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സത്യസന്ധരും ഏറ്റവും നല്ല മനുഷ്യരിലും ഒരാളാണ് പി.കെ. ശശി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൂടിയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താനും ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. കള്ളനെയും പിടിച്ചുപറിക്കാരനെയും ആർക്കും വേണ്ട, നല്ലത് ചെയ്യുന്നവനെ കുറ്റക്കാരനാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ശശിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചത്. അനുജ, ശരി, കെ.ബി. ഗണേഷ് കുമാറിന്റെ വിമർശനം മാധ്യമങ്ങൾക്കാണ് പരോക്ഷമായി എന്നതാണ് നിഖിൽ പ്രമേഷ് നൽകിയ വിവരം. പി.കെ. ശശിയെ അദ്ദേഹം പുകഴ്ത്തുകയാണ്.